Hello friends, welcome to 𝙂𝙗𝙚 𝙁𝙤 എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആമസോൺ പേ ഐസിസി കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്രീ അപ്ലോഡ് ഓഫർ പോലെ നമ്മുടെ ആമസോൺ പേയിൽ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ ആക്ച്വലി എൻ്റെ ഐസിസി കാർഡ് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ വേറെ ഒരു 3-4 ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വൺ കാർഡ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക HDFC ഉപയോഗിക്കുന്നുണ്ട്, RBL ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 4-5 ബാങ്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് വേണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ നോർമൽ നമ്മുടെ ICICI ബാങ്കിൻ്റെ കാർഡുണ്ടെന്ന് ഞാൻ ആക്ച്വലി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് കാരണം നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ആമസോണാണ് ഫുൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആമസോണിൽ ഉപയോഗിക്കുന്നവർക്ക് നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു പരിപാടിയുള്ള ഒരു കാർഡാണ്. എന്ന് വെച്ചാൽ 5% വരെ പ്രൈം മെമ്പേഴ്സിന് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡാണ്. അതായത് നമ്മളിപ്പോൾ എൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ബില്ലടയ്ക്കുന്നതും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാഷ് ട്രാൻസ്ഫറിങ് പോലും നമ്മൾ ആമസോൺ പേ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേ അങ്ങനെ ഉപയോഗിക്കില്ല, ആമസോൺ പേ ആണ് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആക്ച്വലി ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാർഡാണ്. എന്ന് വെച്ചാൽ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാൻ എൻട്രി ലെവൽ കാർഡാണത്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക നമ്മുടെ ICICI ബാങ്കും ആമസോൺ പേയും കൂടിയിട്ടുള്ള ഒരു കോബ്രാൻഡഡ് കാർഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ഓഫർ വന്നപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താണ്. നമുക്ക് ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഒരു വൈകുന്നേരം നമ്മളൊരു ബുധനാഴ്ചയോ തേഴ്സ്ഡേ സംതിങ് ആണെന്നുണ്ട്, 2 ദിവസം മുമ്പ് തേഴ്സ്ഡേ എന്ന് തോന്നുന്നുണ്ട് എനിക്ക്, അത് ബുധനാഴ്ച ആണെന്ന് അറിയില്ല. ഒരു രാത്രി 9 മണി 8:30-ക്കൊക്കെയാണ് ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തത്. 8:30-8:45 കഴിയുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ നമ്മുടെ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ കൂടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ അപ്ലൈ പ്രൊസീജിയർ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ജസ്റ്റ് ഫോം ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 10 മിനിറ്റ് അതിന് ശേഷം തന്നെ നമുക്ക് വീഡിയോ KYCയുടെ ഓപ്ഷൻ വന്നു. അപ്പോൾ തന്നെ വന്നു. അതായത് നമ്മൾ ഒരു 8:45 8:50 9 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് വീഡിയോ KYCയുടെ ഓപ്ഷനും വന്നു. അപ്പോൾ ഞാനത് ആക്ച്വലി വീഡിയോ KYC ഓപ്ഷനും കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞതിന് മുമ്പ് പുതിയതായിട്ട് ചാനൽ വന്നവർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നമ്മുടെ ആമസോണിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കും. നമ്മൾ ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനലിനോട് സപ്പോർട്ടാണ്. നിങ്ങൾക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും ആമസോൺ ഷോപ്പിംഗ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ ഞാൻ ആക്ച്വലി അന്ന് ഞാൻ പറഞ്ഞല്ലോ 9 മണിക്കുള്ളിൽ തന്നെ നമുക്ക് വീഡിയോ KYC ഓപ്ഷൻ വന്നു. ഞാൻ അപ്പോൾ തന്നെ കൊടുത്തു. ഞാൻ വിചാരിച്ചു ഈ സമയത്തൊന്നും ശരിക്കും വീഡിയോ KYC ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ ആ സമയത്ത് അവർ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് നമ്മളോട് പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിച്ചു. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചു, അഡ്രസ് ഡീറ്റെയിൽസ് ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു 5 മിനിറ്റ് വന്നില്ല, 2 മിനിറ്റ് ആയി. ഇപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് നമ്മൾ ഓൾറെഡി അവർ പറഞ്ഞു നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. നമ്മുടെ ആമസോണിൻ്റെ സൈഡിൽ നമുക്ക് സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് വന്നു, ഇമെയിലും വന്നു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നോർമലി എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴാണ് വലിയ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മളതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും, സ്റ്റാറ്റസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ വേറെ ക്രെഡിറ്റ് കാർഡ് കുറച്ച് കാലം ഉപയോഗിക്കുന്നു, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ 4-5 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഞാൻ കാര്യമായിട്ട് നോക്കാൻ പോയില്ല സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആക്ച്വലി അവരുടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക നമ്മുടെ ഒരു മലയാളത്തിലൊരു കോൾ വന്നു. ICICI ബാങ്ക് കൊച്ചിയിൽ നിന്ന് വന്നേക്കണമെന്നുണ്ട് കോള്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ടെലി വെരിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ പേര്, അതുപോലെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അഡ്രസ്സിൻ്റെ ഒരു കറക്റ്റ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി വിചാരിച്ച അവർ വിളിക്കുന്നത് നമ്മുടെ വെരിഫിക്കേഷന് വരാൻ വേണ്ടിയിട്ടായിരിക്കും വിചാരിച്ചത്. പക്ഷേ അതൊന്നുമല്ല, ജസ്റ്റ് ചുമ്മാ നമ്മുടെ അഡ്രസ്സും പേരും നമ്മുടെ എന്താ പറയുക ഇപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവരുടെ ഒരു ഫോം എന്തുകൊണ്ടെന്ന് അത് ഫില്ലപ്പ് ചെയ്യാനുള്ള എന്തൊരു കോളാന്ന് തോന്നുന്നു. ഒരു ജസ്റ്റ് വെരിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഒരു ഫോം കൊടുത്തല്ലോ, അത് ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമാണ്. നമ്മുടെ പിൻകോഡ് വെരിഫിക്കേഷൻ, അതായത് നമ്മൾ പറയുന്നത് പിൻകോഡ് അവിടെ ശരിയാണോ, ഫോൺ നമ്പർ വെരിഫിക്കേഷൻ, നമ്മുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ജസ്റ്റ് ചുമ്മാ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെ നമ്മളെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കുക അത് കറക്റ്റ് ആണെന്ന് അറിയാനുള്ളത്. ഒരു ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 2 ദിവസം ഞാൻ വെള്ളിയാഴ്ച വന്നതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം സമയത്തൊക്കെയാണ് നമുക്ക് വന്നതെന്നുണ്ട് കോള്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 മിനിറ്റ് സംഭവം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൺഡേ ആയിപ്പോൾ ഒരു 10 മണി അല്ല, ഒരു 9 മണി 9:30 ആയിപ്പോൾ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ
നമ്മുടെ ഞാൻ മെയിൽ വന്നത് വായിക്കാം. ആക്ച്വലി ഒരു വെറൈറ്റി മെയിലാണ്. ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, നമുക്ക് കാർഡ് പിന്നെ നമുക്ക് ഞാനപ്പോൾ ആ മെയിൽ വന്നപ്പോൾ നമ്മൾ ആമസോൺ പേയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്താ പറയുക, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ മാത്രമായിട്ടുള്ളൂ, പ്രോസസ്സിങ്ങിലേക്ക് പോലും പോയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് വന്നൊരു മെയിലാണ്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും സ്മാർട്ട് ഫോണിലേക്ക് പോകാം, ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ എനിക്ക് വന്ന മെയിൽസും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മെയിൽ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഞാൻ മെയിൽ കാണിച്ചു തരാം. ഒരു വെറൈറ്റി മെയിലാണ്. നമുക്ക് ആ മെയിൽ വന്നത് ഇതാണ് നമ്മുടെ ആ മെയിൽ വന്നത്. ICICI ബാങ്കിൻ്റെ ഒഫീഷ്യൽ മെയിൽ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഫേക്കും കാര്യങ്ങളൊന്നുമല്ല. creditcards@ICICIbank.com തന്നെയാണ് വന്നേക്കുന്നത്. 6-ാം തീയതി വന്നേക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്തത് 5-ാം തീയതി സംതിങ്, 5-ാം തീയതി ഇല്ല 6-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റർഡേ ആണ്. ഞാൻ അപ്ലൈ ചെയ്ത് ബുധനാഴ്ചയാണ്, വെനസ്ഡേ ആണ്. വെനസ്ഡേ 8:30 9 മണി റേഞ്ചിലാണ് നമ്മൾ വീഡിയോ കേസ് കഴിഞ്ഞത്. ഇത് 6-ാം തീയതി 11 മണി ആയപ്പോഴാണ്, 11 മണിക്കൊക്കെയാണ് വരുന്നത്. അതാണ് നമുക്ക് ആകെ ഇതായത്. 11 മണിക്ക് വന്നപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഒരു ഇമെയിലാണ്. നിങ്ങൾ എന്തായാലും പോസ്റ്റ് ചെയ്ത് വായിച്ചോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡിയർ എന്ന പേര് വന്നിട്ടുണ്ട്. ആസ് പെർ യുവർ റിക്വസ്റ്റ് വി ഹാവ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ദ യൂസേജ് സെറ്റിംഗ് ഓൺ യുവർ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ കാര്യങ്ങൾ കൊടുത്തു. ഇൻ കേസ് എൻക്വയറി ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ കാർഡിൻ്റെ സെറ്റിങ്സ് മാറ്റിയിട്ട് പറഞ്ഞൊരു മെയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഈ സമയത്ത് വന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ആമസോണിൻ്റെ പേര് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് നമ്മളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരെ എത്തിയിട്ടുള്ളൂ, അതിൻ്റെ പ്രോസസ്സിങ് പോലും ആയിട്ടില്ല. അപ്പോൾ എന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നത്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് കാർഡ് വെരിഫൈഡ് ആയിട്ടില്ല, അപ്രൂവ് ആയിട്ടില്ല, പിന്നെ എങ്ങനെ ഇതിൻ്റെ സെറ്റിങ്സ് പറയുന്ന ഒരു മെയിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവം നോക്കിയപ്പോൾ എൻ്റെ ഈ ഒരു മെയിൽ കണ്ടു, ഒരു 4-5 അടുപ്പിച്ചാൽ വന്നേക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി, പിന്നെ ആ സമയത്ത് നമുക്ക് കാര്യം കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്താണ് ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ആയത്. നമ്മൾ ഓൾറെഡി ഇത് റിപ്പോർട്ട് ചെയ്തു നമ്മുടെ ICICI ബാങ്കിൻ്റെ ട്വിറ്റർ പേജിൽ കയറിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ. പക്ഷേ ഒഫീഷ്യൽ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് മെയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫേക്ക് ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാനിത് കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ അവർ എന്തായാലും 11 മണിക്ക് ആരും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സമയമല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഒരു റിപ്ലൈ തന്നു. അവരെല്ലാം നമ്പർ ഉണ്ട്, നമ്മൾ കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്കൊരു ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്. ഞാൻ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ എന്താ പറയുക, കറക്റ്റ് കിട്ടുന്നില്ല, വാക്ക് കിട്ടുന്നില്ല, സബ്മിറ്റ് ചെയ്തതിൻ്റെ മെയിലല്ല മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഡിയർ കസ്റ്റമർ, താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. യുവർ KYC വെരിഫിക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. അത് നമ്മൾ വീഡിയോ KYC ചെയ്യാനായിട്ട് മുമ്പാണ് ഈ മെസ്സേജ് വന്നത്. ഇവിടെ ഇതിനുണ്ട് വെനസ്ഡേ 8:32 PM അത് കഴിഞ്ഞ് നമുക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ട് ഇന്നലെയാണ് വന്നത്. അതായത് ഞായറാഴ്ച ടൈം കണ്ടു 7 മണി കാലത്ത് 7 മണിക്ക് ആണ് വന്നേക്കുന്നത്. ഡിയർ കസ്റ്റമർ, ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ റിക്വയർഡ്, യുവർ ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് ഈസ് അപ്രൂവ്ഡ്, പ്ലീസ് എനേബിൾ ഓൺലൈൻ. പിന്നെ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇവരുടെ ലോഗിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ബാക്കി ഞാൻ അവരെയും കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഒരു 7 ദിവസത്തിനുള്ളിലാണ് അവർ ആക്ച്വലി ഒരു പ്രോസസ്സിംഗ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഉണ്ടായിരുന്ന ICICI റിലേഷൻഷിപ്പ് നമ്മളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുമ്പ്. അപ്പോൾ എനിക്ക് അവരുടെ അക്കൗണ്ടും വേറെ സേവിങ്സ് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നെറ്റ് ബാങ്കിങ് കയറണമെങ്കിൽ നമുക്ക് അവരുടെ യൂസർ ID വേണം. അപ്പോൾ യൂസർ ID അവർ പിന്നെ സെൻഡ് ചെയ്ത് തരുന്ന പറഞ്ഞിരിക്കുന്നത്. അവർ മാക്സിമം ടൈം വെച്ചാൽ 7 ഡേയ്സാണ് പറഞ്ഞത്. നമ്മൾ ആമസോണിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആമസോൺ കസ്റ്റമർ കെയറിൽ ചോദിച്ചപ്പോഴും അവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് നമ്മളോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓൾറെഡി പ്രോസസ്സിങ്ങിലാണ്, ഓൾറെഡി ഒരു വീക്കെൻഡ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ളൊരു ലാഗാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 24 hour 48 hourലുള്ള നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി ലിമിറ്റ് വന്നേക്കുന്നത് എനിക്ക് 2 lakh സംതിങ് ആണ് വന്നേക്കുന്നത്. കറക്റ്റ് അറിയില്ല, നമ്മൾ ടെലി വെരിഫിക്കേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞേക്കുന്നതാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 2 lakh സംതിങ് ആയിരുന്നു. അപ്പോൾ അൺലിമിറ്റഡ് സംതിങ് കിട്ടിക്കുന്നത്. ഇത് നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു 5 അല്ലെങ്കിൽ 5 to 6 ഡേയ്സിനുള്ളിൽ നമുക്ക് ഫിസിക്കൽ കാർഡും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് അവർ ഓൾറെഡി നമുക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഒരു ഷിപ്പ് ചെയ്യുക. നമ്മുടെ കാർഡിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷിപ്പ് ചെയ്യണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 10 ഡേയ്സിനുള്ളിൽ നമ്മുടെ കാർഡ് കയ്യിൽ കിട്ടുമെന്ന് തോന്നുന്നു. മാക്സിമം ഉണ്ട് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർ നോർമലി ബ്ലൂ ഡാർട്ടിൽ കൂടെയാണ് സെൻഡ് ചെയ്യാറ്. അപ്പോൾ ബ്ലൂ ഡാർട്ട് നമ്മുടെ ഏരിയയിലൊക്കെ നല്ല ഫാസ്റ്റാണ്. അപ്പോൾ DTDCയിലൊക്കെ സെൻഡ് ചെയ്താൽ തെണ്ടി എന്ന് വെച്ചാൽ തല്ലിപ്പൊളി സർവീസാണ്. DTDC ഡെലിവറി ഇതൊക്കെ ആണെങ്കിൽ പണി കിട്ടി. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മുടെ RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വന്നേക്കുന്നത് ആദ്യം വന്ന ഡെലിവറി കൊറിയറിലായിരുന്നു. ലാസ്റ്റ് ഞാൻ അവരെ തപ്പിപ്പിടിച്ച് പോകേണ്ടി വന്നു. എന്നുവെച്ചാൽ അവർ ഡെലിവറി പോലും ചെയ്യാണ്ട് സംഭവം
എന്താ പറയുക റീസൺ കൊടുത്തേക്കെന്താണ് അവിടെ വീട്ടിൽ അഡ്രസ്സ് അൺഅവൈലബിൾ എന്ന് എന്നിട്ടാണ് അവർ റീസെൻഡ് ചെയ്യാൻ പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അവരെ തപ്പി പിടിച്ച് പോയത് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അലമ്പാക്കിയത് എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ലോക്കൽ സർവീസാണ്. പിന്നെ പോരാത്തതിന് അവർക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു കൊറിയർ ഓഫീസ് പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ 2 മാസത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഓരോ ലോക്കൽ ഷോപ്പുകളും അതുപോലെ കടകളൊക്കെ വാടക എടുത്തിട്ടാണ് അവരെ ഗോഡൗൺ പോലെ ഇടുക. എന്നിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഓരോ സ്ഥലം അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ ഇൻഫോം ചെയ്യുക നിങ്ങളുടെ ഏരിയയിലത്തെ നല്ല കൊറിയർ സർവീസ് ഏതാണെന്ന് നോക്കിയിട്ട്. എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു ചോദിക്കും നല്ല ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ആ സംഭവം തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി എനിക്ക് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ വൺ കാർഡ് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി അവരോട് ഓൾറെഡി ഇൻഫോം ചെയ്തു. ഇവരെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് മുമ്പ് തന്നെ നമ്മളോട് ഇൻഫോം ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിൽ കൊറിയർ സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്ലൂ ഡാറ്റ കൂടെ ചെയ്താൽ മതി, ബാക്കിയുള്ള സർവീസ് കൊണ്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ എനിക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞ കുഴപ്പമില്ല നമുക്ക് ബ്ലൂ ഡാറ്റ ചെയ്യാം. വലിയ എന്ന് വെച്ചാൽ നോർമലി ബാക്കി എല്ലാവരും DTDC അതുപോലെ തന്നെ ഡെലിവറി സർവീസാണ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്ക് റേറ്റ് കുറവാണ്, പക്ഷേ കസ്റ്റമേഴ്സിന് പണിയാണ്. അപ്പോൾ നിങ്ങളത് ഓൾറെഡി ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നോർമലി ബാങ്ക് നമ്മൾ പറയുന്ന കൊറിയർ സർവീസ് വെച്ച് അവർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യ പോസ്റ്റ് വെച്ചും ചെയ്യാം. അത് കുറച്ച് ലേറ്റ് ആവുന്നുള്ളൂ, ഇത്രയ്ക്ക് വേസ്റ്റ് ആവുമെന്ന് തോന്നില്ല. വേണമെങ്കിൽ നമുക്ക് പോയി അറ്റ്ലീസ്റ്റ് പോയിട്ട് ഫിസിക്കലി കളക്ടിങ്ങിലും ചെയ്യാം. ഇതാണെങ്കിൽ ഓഫീസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, സാധനം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സർവീസാണ്. DTDC പിന്നെയും ഓഫീസ് ഉണ്ട്, പക്ഷേ ഡെലിവറിക്കാർ ഒരു രക്ഷയില്ല, കംപ്ലൈൻറ്റ് ഇത് ചാവും. ഞാൻ അന്ന് തന്നെ അതിന് പിന്നാലെ പോയി മതിയായി മനുഷ്യന്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത്. അപ്പോൾ ആമസോൺ ഐസി ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്. നമുക്ക് എടുക്കുമ്പോൾ ആക്ച്വലി ഇപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കിത് ഓൾറെഡി ആക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് 500 രൂപ നമ്മുടെ ആമസോൺ പേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. 500 രൂപയുടെ ക്യാഷ് ബാക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫർ ഇപ്പോൾ 500 രൂപയുടെ ക്യാഷ് ബാക്കാണ് നമ്മളിപ്പോൾ കിട്ടുന്നത്. അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കട്ടെ. മാക്സിമം എനിക്ക് തോന്നുന്നു 1250 രൂപയ്ക്ക് വരെ കൊടുക്കാറുണ്ട് അവർ. പിന്നെ ഇടയ്ക്ക് 150 രൂപ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ അവർ ഓഫർ വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ലാത്തൊരു കാർഡായിട്ട് തോന്നി. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ആമസോൺ അത്യാവശ്യം നല്ല ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഉപയോഗിക്കില്ല, റയറാണ്. ഭയങ്കര ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ടെങ്കിൽ എടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ പിന്നെ അവർ പിന്നാലെ പോയി നടക്കണം. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇതിന്ന് എടുക്കാറില്ല. അപ്പോൾ നോർമലി ആമസോണിൽ നിന്ന് എടുക്കാറ്. അപ്പോൾ നമ്മൾ അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാർഡ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് ലൈഫ് ടൈം ഫ്രീ കാർഡാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത് നമ്മൾ എടുത്തിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ വേറെ കാർഡ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും വേറെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്ക് ശരിക്കും 3 ക്രെഡിറ്റ് കാർഡൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അധികം ക്രെഡിറ്റ് കാർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ എല്ലാത്തിനും ഓരോ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ പെട്ടെന്ന് സിബിൽ കുറയും, പിന്നെ കാർഡിൻ്റെ ലിമിറ്റ് ചിലപ്പോൾ കുറയും, അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട്. അപ്പോൾ ഇത് കുറേ ഡേറ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓരോത്തിനും നമ്മളെ എന്താ പറയുക റിമൈൻഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നോക്കണം. അങ്ങനെ വെച്ചാൽ കാർഡ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. മിസ്സാവാണ്ട് ഡ്യൂ ഡേറ്റ് അടയ്ക്കാണ്ട് മിസ്സായിട്ട് അടയ്ക്കണം. അങ്ങനെ കുറേ ഇഷ്യൂകൾ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ നോക്കുന്നത് ഒരു മാക്സിമം 3 അല്ലെങ്കിൽ 4 തന്നെ വെക്കാൻ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്ന് കുറേ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ ഒരു ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.